തിരുവനന്തപുരം പള്ളിച്ചലിലെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ അർഹമായ ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയുമായി ജീവനക്കാർ. ശമ്പളം, DA, യൂണിഫോം ഉൾപ്പെടെയുള്ളവ കൃത്യമായി നൽകുന്നില്ല എന്നാരോപിച്ചാണ് ജീവനക്കാർ പമ്പടച്ച് പ്രതിഷേധിച്ചത്. പള്ളിച്ചൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിലെ ജീവനക്കാർ ഇന്ന് പമ്പടച്ച് പ്രതിഷേധിച്ചു. അർഹമായ ശമ്പളവും ആനുകൂല്യങ്ങളും പമ്പുടമ നൽകുന്നില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ജീവനക്കാർക്ക് വേണ്ടി പ്രതികരിച്ചതിനാൽ പമ്പ് മാനേജറായ തന്നെ ഫില്ലിംഗ് സ്റ്റാഫായി തരം താഴ്ത്തിയെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. നിലവിൽ ഇത് ഒരു സർവീസ് പ്രൊവൈഡർ എന്നുള്ളൊരു സെക്ഷനിലാണ് പോകുന്നത്. ഒരു 3 വർഷത്തേക്കാണ് സർവീസ് പ്രൊവൈഡർ നിയമിക്കുന്നത്. അങ്ങനെ നിയമിച്ച സർവീസ് പ്രൊവൈഡറാണ് ഡോക്ടർ അശ്വതി. ഈ പമ്പിൽ ഞങ്ങൾക്ക് മറ്റ് പമ്പുകളേക്കാൾ സാലറി, ESA, PF ഈ ആനുകൂല്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ മാർച്ചിൽ ഞങ്ങളുടെ സാലറി ഇന്ത്യൻ വേജസ് ആക്ട് പ്രകാരം 785 രൂപയാക്കി പുതുക്കി നിശ്ചയിച്ചു. പക്ഷേ ഇന്നേ വരെ ഞങ്ങളുടെ ഈ ഫില്ലിങ്ങിലുള്ള ഒറ്റ സ്റ്റാഫുകൾക്കും ആ ശമ്പളം തന്നിട്ടില്ല. ഞങ്ങൾക്ക് തരുന്നത് 630 രൂപ പ്ലസ് PF ESA ആണ്. ഏകദേശം 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 80 രൂപ വച്ച് ഒരു സ്റ്റാഫിൻ്റെ അവർ കട്ട് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് 35 സ്റ്റാഫുകൾക്കാണ് ഇന്ത്യൻ ഓയിൽ പെർമിഷൻ തന്നിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ 25ഓളം സ്റ്റാഫുകളെ ഇവിടെ ഉള്ളൂ. ബാക്കി സ്റ്റാഫുകളുടെ പേരിൽ അവർ സാലറി എഴുതിയെടുക്കുകയാണ്. ജീവനക്കാർക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം പമ്പുടമ നേരിട്ട് കൈപ്പറ്റുന്നുണ്ടെന്നും കൊടുത്തില്ലെങ്കിൽ ജോലിയുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും ജീവനക്കാർ വ്യക്തമാക്കി. നരുവാമൂട് SI കിരൺ ശശിധരൻ സംഭവ സ്ഥലത്തെത്തി ഇരു കൂട്ടരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പമ്പിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ നിർദ്ദേശം നൽകി. തിങ്കളാഴ്ച പമ്പുടമയും ജീവനക്കാരുമായി IOCയുടെ ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.